ലൈംഗിക കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ജാമ്യ ഹർജിയിൽ വാദം അടച്ചിട്ട കോടതി മുറിയിൽ തുടരുകയാണ്. രാഹുലിനായി തിരുവല്ല ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെത്തി അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത് കുമാർ കോടതി മുറിയിൽ നിന്ന് മറ്റുള്ളവരെ പുറത്താക്കി. CK അഭിലാലുണ്ട്. അഭിലാൽ, കോടതി നടപടികൾ എങ്ങനെയാണ്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ 12 മണിക്കാണ് ഈ വിഷയത്തിൽ വാദം ആരംഭിച്ചത്. അടച്ചിട്ട മുറിയിൽ വാദം ആരംഭിക്കണം എന്നുള്ളത് പ്രോസിക്യൂഷൻ്റെ താല്പര്യമായിരുന്നു. ഇന്ന് കോടതി ആരംഭിച്ച രാവിലെ 11 മണിക്ക് ഈ കേസ് ആദ്യ കേസായി തന്നെ പരിഗണിച്ചു. ആ ഘട്ടത്തിൽ തന്നെ പ്രോസിക്യൂഷൻ അടച്ചിട്ട കോടതി മുറി എന്നുള്ള താല്പര്യം കോടതിക്ക് മുൻപാകെ വെച്ചു. പിന്നീട് പരിഗണിക്കാൻ വേണ്ടി ഈ വിഷയം മാറ്റിവെച്ചു. തുടർന്ന് പ്രതിഭാഗത്തിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത് കുമാർ ഹാജരാവുകയും ശേഷം ഈ കേസ് വീണ്ടും വിളിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ്റെ ആവശ്യത്തോട് പ്രതിഭാഗത്തിൻ്റെ അഭിപ്രായം തേടിയ കോടതി എന്തായിരിക്കണം തുടർ നടപടി ഈ വിഷയത്തിൽ വേണ്ടത് എന്നുള്ള പ്രതിഭാഗത്തിൻ്റെ അഭിപ്രായം തേടിയപ്പോൾ അവർ എതിർപ്പ് അറിയിക്കാത്ത പശ്ചാത്തലത്തിൽ ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയാണ് വാദത്തിലേക്ക് കടന്നത്. ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിക്ക് എത്രയും വേഗം ജാമ്യം അനുവദിക്കണം എന്നുള്ള ആവശ്യം പ്രോസിക്യൂഷൻ്റെ വാദങ്ങളെ തള്ളിക്കൊണ്ട് പ്രതിഭാഗം ഉയർത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പരാതിക്കാരിയുടെ വൈദ്യപരിശോധന കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപായി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. മറ്റൊന്ന് ഡിജിറ്റൽ മാധ്യമത്തിലൂടെയാണ്, വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. അത്തരത്തിൽ നിയമപരമായി അതിന് തടസ്സമില്ല. പക്ഷേ അത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തിയാൽ 3 ദിവസത്തിനുള്ളിൽ പരാതിക്കാരി നേരിട്ട് ഹാജരാക്കി മൊഴി വായിച്ചു കേട്ടു എന്ന് നേരിട്ട് ഒപ്പ് രേഖപ്പെടുത്തേണ്ട സ്ഥിതിയുണ്ട്. ചുരുക്കത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് കസ്റ്റഡി, അറസ്റ്റ് എന്നിവ നിയമവിരുദ്ധമാണ് എന്നുള്ള വാദമായിരിക്കും പ്രധാനമായും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ വാദം പുരോഗമിക്കുന്നത്. CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.